അരിസ്ക രാവിലെ പത്രം ഒന്നും വായിച്ചില്ല. ഒന്ന് 5 50 വയസ്സ് അറിയാം. ഒരു 5 മിനിറ്റ്. ഞാൻ ഒരു 5 മിനിറ്റ് വായിക്കാൻ ബുദ്ധിമുട്ടില്ലല്ലോ. അത് മതി. അതാണല്ലോ നമ്മളെ മലപ്പുറം. മെസ്സി വരില്ല, അടുത്ത വിൻഡോയിൽ നോക്കാമെന്ന് സ്പോൺസർ. എന്തൊക്കെയാ അപ്പൊ ഇത് കഥ? ഇതിപ്പോ ബഡായി ബസാർ നിങ്ങൾ ഇവിടെ പേരിട്ടിരുന്നോളൂ. അതിനേക്കാൾ വലിയ ബഡായിക്കാ പത്രത്തിൽ വരുന്നത്. മെസ്സി ഇവിടെ എന്താ കാര്യമുള്ളത്? കളിക്കാർക്ക് കളിക്കാരുടെ സൗകര്യം അല്ലെങ്കിൽ അവർക്ക് ജോലി കിട്ടുമെന്ന് ഉറപ്പുള്ള ഒരു സംവിധാനം വന്നെങ്കിൽ കളിക്കാർ മുന്നോട്ട് പോകുള്ളൂ. അല്ല, എന്നാലും മെസ്സിനെ പോലത്തെ വലിയ ലോകകപ്പ് താരൊക്കെ വരുന്ന ഒരു വലിയ കാര്യമില്ലേ? അതില്ല പ്രയോജനം. ഇപ്പൊ ഐ ലീഗിനെ മാതിരി കളിക്കാരെ ഇറക്കുമതി ചെയ്തിട്ട് കളിപ്പിക്കലാണ്. അതാണ് ബുദ്ധി. അപ്പൊ കളിക്കാർ അവർ കൂടെ എത്താനുള്ള താല്പര്യം ഉണ്ടാവും. ഇത് കാഴ്ച കണ്ടിട്ട് കുറെ ആൾക്കാർ കൂടിക്കഴിഞ്ഞാൽ എന്താ കാര്യം? സ്റ്റേഡിയത്തിന് അനുമതി ഇല്ലെന്നും മന്ത്രി. അത് വലിയ പോയിന്റാണല്ലോ. മന്ത്രി സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഉത്തരവാദിത്തം വേണ്ടേ? പറയണം. മെസ്സി പറഞ്ഞാല് ഫുട്ബോൾ അവസാനമാണോ? അല്ലല്ലോ. മെസ്സി അവസാനമല്ലോ നോക്കി. എന്നാ മെസ്സി വന്നോണ്ട് കാര്യമില്ലേ? അത് പറഞ്ഞപ്പോൾ അതാ വലിയ പരിസ്ഥിതി അതിരാജ്യം അവസാനിച്ചു ഉയരുന്നു അഭിമാനം. നമ്മളെ കേരളത്തില് ദരിദ്രം ഇല്ലാന്ന്, അതിദരിദ്രം ഇല്ലാന്ന് പറയുന്നത്. കണക്കോട്ടിന്റെ കളിയല്ലേ? കണക്കോട്ടിന് ലോകത്തിൽ ഇന്ത്യക്ക് തലസ്ഥാനം. മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിൽ എന്തൊക്കെ തന്നെ ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും ദരിദ്രം അനുഭവിക്കുന്ന ദിവസവും പൂർണ്ണമായി ഒരു നേരമെങ്കിലും ആഹാരമില്ലാത്തവർ എന്നുള്ളത് കുറവാണ്. അത് വെച്ചുകൊണ്ട് ഇന്ത്യയെ മൊത്തം കേരളത്തിൻ്റെ രൂപത്തിലാണ് നമ്മൾ കാണുന്നത്. പക്ഷെ മൊത്തം ഇന്ത്യയുടെ കണക്കെടുക്കുമ്പോൾ ഇപ്പോൾ സാക്ഷരത, എഴുതാനും വായിക്കാനും അറിയാത്ത ആൾക്കാർ ഇന്നൊരു 60 വയസ്സിൻ്റെ കീഴ്പ്പെട്ട് കേരളത്തിൽ ഒരൊറ്റ ആളുണ്ടാകും. ഇതുവഴി വന്ന് എല്ലാവരും ഉണ്ട് പറഞ്ഞപ്പോ ഒന്ന് കേറിയതാണ്. ഓ, നിങ്ങളുണ്ട് ഇവിടെ. ഇവിടെ പല സീസണാണ്. ബഡായി ഉണ്ടാവും, കാര്യം ഉണ്ടാവും. കറക്റ്റ് പൾസർ ആണെങ്കിൽ ഇവിടെ ഒന്ന് വന്നാൽ മതി. രാവിലെ വൈകുന്നേരം എല്ലാ ഐറ്റവും ഉണ്ട്. എല്ലാ പത്രങ്ങളും ഉണ്ട്. പോലടുത്ത് അപ്ഡേറ്റ് ആണ്. ഇത് തുടങ്ങിയപ്പോൾ എങ്ങനെ നിലനിന്ന് പോകും? ഒരു ഊക്കിന് തുടങ്ങി, ഇനി ഇത് കണ്ടിന്യൂറ്റി ഉണ്ടാവും എന്നൊക്കെയുള്ള സംശയമാണ്. ഇത് ഓരോ സമയം ഇതിന്റെ പെർഫെക്ഷൻ കൂടി വരിക. അപ്പൊ ഇവർക്കൊക്കെ വൈകിട്ട് ഇറങ്ങാനൊരു കാരണമാണ് ഈ സ്ഥലം. ഇത് ഇവരൊരു കേന്ദ്രമാണ്. ഇവിടെ കണ്ടില്ലെങ്കിലൊരു മുഖ സന്തോഷം. അങ്ങനെ പേരിൽ മാത്രമേ ബഡായി ഉള്ളൂ. ഇങ്ങനെ കളിയും കാര്യവും പാട്ടും ഒക്കെ ആയി അങ്ങനെ ജോറായിട്ട് മുന്നോട്ട് പോവുകയാണ് ഈ ബഡായി ബസാർ. അത് അങ്ങനെ തന്നെ തുടരട്ടെ. അനീസ് തോട്ടയ്ക്കാടിനൊപ്പം അരുൺ അമൃതനാഥ്, മാതൃഭൂമി ന്യൂസ്, മലപ്പുറം.